ഹലോ, ഞാൻ മന്ദമതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മന്ദമതിൻ്റെ രാജ്യത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞ് മന്ദമതിക്ക് അർജൻറ്റീനയും രാജ്യത്തിന് പോലെ ഗാനയ്ക്ക് കൊളംബിയൻ പണി കൊടുത്ത് ഇന്ന് രാവിലെ നല്ല കിടിലം കളിയനും കേപ്പ് വെർഡേയും ലോക ചാമ്പ്യന്മാരെ അർജൻറ്റീനയും. കേപ്പ് വെർഡേ എന്നൊരു ടീം നമുക്ക് ആർക്കും അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാത്തൊരു ടീമാണ്. പക്ഷേ വേൾഡ് കപ്പിൽ വന്ന് ഫിഫയ്ക്ക് പ്രത്യേക ഒരു താങ്ക്സ് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 48 ടീമിനെ കൊണ്ടുവന്ന പല ടീമുകൾക്കും വേൾഡ് കപ്പ് കളിക്കാൻ പറ്റി, പല കളിക്കാരെയും കാണാൻ പറ്റി. എന്താ കളി! 2022 വേൾഡ് കപ്പിന് ശേഷം അർജൻറ്റീനക്കാരും അതിൻ്റെ ഫാൻസുകാരും ടെൻഷനോടുകൂടി കണ്ടൊരു കളി ഇതാട്ടോ. 69 സ്ഥാനം ടീമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. എന്താ കളി! നല്ലോണം വിറപ്പിച്ച് സ്പെയിനെയും വിറപ്പിച്ച് അർജൻറ്റീനയും വിറപ്പിച്ച് ഉറുഗ്വേനെയും വിറപ്പിച്ചിട്ടാണ് ടീം പോകുന്നത്. എന്താ ഗോളി! അതിലെല്ലാം ഫിഫയ്ക്ക് വ്യത്യാസം നന്ദി. നല്ല കളി കളിച്ചിട്ട് ഒരു കുറ്റം പറയില്ല. നമുക്ക് ആരാധകർക്ക് നല്ലൊരു കളി കാണിച്ച് തന്നിട്ടാണ് ടീം പോയത്. നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ടീം. ഇനിയിപ്പോൾ അർജൻറ്റീനയുടെ കാര്യം പറഞ്ഞാൽ അർജൻറ്റീന സംഭവം ജയിക്കുന്ന എന്തായാലും എല്ലാവർക്കും പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പെനാൽറ്റിയിലേക്ക് പോയിക്കേണ്ട കുറച്ചുകൂടി ടാസ്ക് ആകുന്നു. എന്താ വെച്ചാൽ പിടിച്ച് തന്നെ കളിച്ചത്. പക്ഷേ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ എന്തായാലും വരുത്തേണ്ടതുണ്ട്. എന്താ വെച്ചാൽ കളി ഇങ്ങനെ ടൈറ്റായി എന്തായാലും നന്നാക്കി. ഞാൻ ആദ്യം വിചാരിച്ച് കുറേ മാറ്റങ്ങൾ സ്കോഡിൽ തന്നെ വരുത്തേണ്ടത്. എന്താ വെച്ചാൽ ലൈനപ്പിൽ സ്കലോണി അതെന്തായാലും മാറ്റം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ വെച്ചാൽ അർജൻറ്റീന 2 വിങ് ബാക്കുകൾ വളരെ മോശമാകുന്നുണ്ട്. ലെഫ്റ്റ് ബാക്കിൽ മെഡീന ആയാലും റൈറ്റ് ബാക്കിൽ മോയിൻ്റെയിലും മൊടീനയും പ്രശ്നമാണ്. എന്തായിട്ടുണ്ടെങ്കിൽ മെഡീനയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് അധികം കയറി പോകുന്നില്ല. റൈറ്റ് ബാക്കിൽ നല്ലോണം ബോൾ പൊട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അൽമാഡനെ ഒരിക്കലും ഫസ്റ്റ് ഹാഫിൽ ഇറക്കരുത്. അതിൽ നല്ല നിക്കോളസ് ഗോൺസാലോസ് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ബാക്കിന് അയാൾ സപ്പോർട്ടും ചെയ്യും. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ എൻസോ ഫെർണാണ്ടസ് വളരെ സ്ലോ ആയി കളി. അത്ര സ്ലോ ആക്കി ഒരു അറ്റാക്ക് പോലും വരുന്നില്ല, ഒരു ത്രൂ ബോൾ വരുന്നില്ല, ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ 3 മിഡ്ഫീൽഡേഴ്സിൽ ഡീപോൾ, മെക്കാലിസ്റ്റർ, എൻസോ അതിൽ ഒരാൾ ഒഴിവാക്കിയിട്ട് എപ്പോൾ ലോസൽസോനെ വരുത്തണം. എന്നാൽ മെസ്സി ബാക്കോട്ട് വരുന്നവർ മാത്രമാണ് അവിടെ ഒരു അറ്റാക്ക്, അതായത് ഒരു ഗോൾ ചാൻസ് അങ്ങനത്തെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ലോട്ടോറോ മാർട്ടിനസിനെ 4 കളിയിലായിട്ട് ഇറക്കി. ഒരു കളി പോലും അയ്യാത്തിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അൽവാരസിന് എന്നെ അടുത്ത കളിയിൽ ഫസ്റ്റിൽ ചാൻസ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനി പരീക്ഷ സമയമില്ല, നോക്കൗട്ടാണ്. ഒരു അടികളി തോറ്റ് അടുത്ത കളി ജയിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത കളി അർജൻറ്റീനയ്ക്ക് കിട്ടുന്ന എല്ലാ ഒരു ചൊറ ടീമുകളെ തന്നെയാണ് കിട്ടുന്നത്. അടുത്ത കളി ഇപ്പോൾ ഈജിപ്ത്, അതും ആഫ്രിക്കൻ രാജ്യം, പോലും ഇങ്ങനെ തന്നെ ഫിസിക്കലായിട്ടുള്ള കളി തന്നെയാണ് കളിക്കുക. അപ്പോൾ ഈ മാറ്റം പിന്നെ സിമിയോണി തന്നെ ചെക്കൻ എന്തായാലും ഇറക്കണം. സിമിയോണി എന്ന ചെക്കൻ ഇറക്കി. ഇപ്പോൾ മിഡ്ഫീൽഡ് സെക്കൻഡ് ഹാഫിലൊക്കെ മിഡ്ഫീൽഡിൽ മാറ്റിയിട്ട് ഒരു അടുത്ത കളിക്കാൻ ഇറക്കുന്ന സിമിയോണിക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിമിയോണി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റൈറ്റ് ബാക്കിൽ എപ്പോൾ ഒരു സപ്പോർട്ടായിരിക്കും, നല്ല സ്പീഡ് പ്ലെയറാണ്. ഈ മാറ്റമൊക്കെ വരുത്തിക്കില്ലെങ്കിൽ അർജൻറ്റീനയ്ക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. പണ്ടേ തന്നെ തൊട്ട് ഒരു ടീമിന് കുറച്ച് ആധിപത്യം കൂടുതൽ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഇല്ല. ഏത് ലോക്കൽ ടീം ആര് വന്നാലും നല്ല കളി കളിക്കുന്നുണ്ട്. വെച്ചാൽ അർജൻറ്റീനയുടെ കോച്ചിൻ്റെ അടുത്ത് പിന്നെ സ്കലോണിൻ്റെ അടുത്ത് നല്ല തന്ത്രം ഉണ്ടാവും. പക്ഷേ ഈ കളി ഒരു പാടായിട്ട് മാറ്റിയിട്ട് ഈ മാറ്റങ്ങളെല്ലാം വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത കളി ഈജിപ്തായിട്ടുള്ള കളി കഴിഞ്ഞിട്ട് കാണുന്നു. എന്തായാലും അർജൻറ്റീന ജയിക്കൂ. ചെന്നാലും നമ്മൾ ഈ ഒരു പവറിലേക്ക് കയറണേ. ഇനിയിപ്പോൾ അടുത്തില്ലേ, 3/4 നമുക്ക് കളി കഴിഞ്ഞിട്ട് കാണാം.